കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ സദ്ദാമിൻ്റെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി അവിടുന്ന് ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ച് അന്ന് രാത്രി അവിടെ താമസിച്ചതിന് ശേഷം ഏർലി മോർണിംഗ് നമ്മൾ നേരെ ഡെറാഡൂണിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഡെറാഡൂണിൽ നിന്നാണ് ഇനി നമ്മൾ സാഗ്രിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഹിബാച്ചി നോർത്ത് ഇന്ത്യൻ ട്രിപ്പിലാണ്, അവളൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ട്രാവലറിൽ ഭയങ്കര വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഫുൾ അടിപൊളി ഹിൽ വ്യൂസും പറയാതെ വയ്യ, അത്രക്ക് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടിപൊളി ഫുഡ്. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് നോർത്ത് ഇന്ത്യൻ ഫുഡ് അത്ര ടേസ്റ്റ് ഇല്ല എന്നാണ്, പക്ഷേ ഈ ഒരു വെജിറ്റബിൾ പൊറാട്ടയൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കാഴ്ചകൾ, ഈ ഒരു മലിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ. ഈ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അവിടുന്ന് തുടങ്ങിയ ഒരു അരുവിയാണ് കേട്ടോ, അത് അവസാനിക്കുന്ന ഒരുപാട് ദൂരം നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ കുഞ്ഞു 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 വീടുകളും ഇവിടുത്തെ എൻ്റയർലി ക്ലൈമറ്റും ഇവിടുത്തെ വീടുകളൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. ആൻഡ് ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവർ ഹിന്ദി ഒന്നല്ല പറയുന്നത്, വേറെ ഏതോ നാട്ടുഭാഷയാണ് സംസാരിക്കുന്നത്. നമ്മൾ പറയുന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നേ ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് അപകടം പിടിച്ച വഴി കൂടെയാണ് ഈ പോകുന്നത്. അതൊന്നും നമ്മൾ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്കെന്തോ വല്ലാതെ വോമിറ്റിംഗ് ടെൻഡൻസി വന്നു. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ തന്നെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഒന്ന് നോക്കി ഒരു രക്ഷയില്ല, നമ്മളെ തീഗോളം കത്തി നിൽക്കുന്നത് പോലെ. ഫൈനലി നമ്മൾ സാഗ്രിയിൽ റീച്ച് ആവാണ്. ഞാൻ വല്ലാണ്ട് അങ്ങ് ടയേർഡായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് വിഷ്വൽസ് ഒന്നും കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇന്നത്തെ രാത്രി.